മക്കളെ നമുക്ക് ഇനി അടുത്തതായിട്ട് എനർജി എന്താണെന്ന് പറയാം കേട്ടോ. എനർജി മക്കളെ, എനർജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കപ്പാസിറ്റി ടു ഡു എ വർക്ക്. അതായത് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കണേ, എനർജി എന്ന് വിളിക്കണേ. സോ ഇറ്റ് ഈസ് എ കപ്പാസിറ്റി ടു ഡു വർക്ക്. അപ്പോൾ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിനെ നമ്മൾ എനർജി എന്ന് വിളിക്കണം. മക്കളെ, എനർജി രണ്ട് ടൈപ്പ് ഉണ്ട്. അതിൽ ആദ്യത്തെ ടൈപ്പ് കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജിനെ കുറിച്ച് സംസാരിക്കാം. സോ എന്താണ് കൈനറ്റിക് എനർജി? ഇറ്റ് ഈസ് എനർജി പൊസസ്ഡ് ബൈ മൂവിങ് ബോഡി. അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിക്ക് ഉണ്ടാവുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി കേട്ടോ. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിക്ക് ഉണ്ടാവുന്ന എനർജിനെ നമ്മൾ എന്ത് വിളിക്കണം, കൈനറ്റിക് എനർജി വിളിക്കണം. സോ ഇറ്റ് ഈസ് എനർജി പൊസസ്ഡ് ബൈ എ മൂവിങ് ബോഡി കേട്ടോ. ഉദാഹരണം മൂവിങ് ബുള്ളറ്റ്, മൂവിങ് വെഹിക്കിൾ, മൂവിങ് കാർ, ഇതിനൊക്കെ എന്തുണ്ട് മക്കളെ, എനർജി ഉണ്ട്. അപ്പൊ ആ എനർജിനെ നമ്മൾ എന്ത് വിളിക്കണേ മക്കളെ, കൈനറ്റിക് എനർജി എന്ന് വിളിക്കണേ. അപ്പൊ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ വരുന്നത് ഹാഫ് എം വി സ്ക്വയർ ആണ്. എല്ലാവരും ശ്രദ്ധിച്ചോളൂ കേട്ടോ. കൈനറ്റിക് എനർജി ഇക്വേഷൻ വരുന്നത് ഹാഫ് എം വി സ്ക്വയർ ആണ്. വേണമെങ്കിൽ ഇതിനെ എന്ത് ചെയ്യാം, നമുക്ക് മാറ്റി എഴുതാം. ഹാഫ് എം വി സ്ക്വയർ എന്നാണ് നമ്മൾ എഴുതുന്നത്. മുകളിലും താഴെ നമുക്ക് എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വാല്യൂ മാറും മക്കളെ. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ നമ്മൾ എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം സ്ക്വയർ വി സ്ക്വയർ ബൈ എം വരും കേട്ടോ. ഹാഫ് ഇൻറ്റു എം സ്ക്വയർ വി സ്ക്വയർ ബൈ എം വരും. ഈ എം സ്ക്വയർ വി സ്ക്വയർ എന്ന് പറയുമ്പോൾ പി സ്ക്വയർ ആണ്, മൊമെന്റം, മാസ് ഇൻറ്റു വെലോസിറ്റി മൊമെന്റം. സോ എം സ്ക്വയർ വി സ്ക്വയർ പി സ്ക്വയർ ഡിവൈഡ് ബൈ 2. അപ്പൊ കൈനറ്റിക് എനർജിക്ക് നമുക്ക് അടുത്ത ഭീകര ഇക്വേഷൻ കിട്ടി. ഇറ്റ് ഈസ് പി സ്ക്വയർ ഡിവൈഡ് ബൈ 2. അതേപോലെ പിക്ക് നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും മക്കളെ, √2m ഇൻറ്റു കൈനറ്റിക് എനർജി. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോ കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ, അല്ലെങ്കിൽ എന്താ പറയുക മക്കളെ, പി സ്ക്വയർ ഡിവൈഡ് ബൈ 2m, അല്ലെങ്കിൽ പി ഈക്വൽ ടു √2m ഇൻറ്റു കൈനറ്റിക് എനർജി. ഇനി കൈനറ്റിക് എനർജിയും സ്പീഡും തമ്മിലുള്ള റിലേഷൻ നമ്മൾ നോക്കുമ്പോൾ കൈനറ്റിക് എനർജിയും സ്പീഡും സ്ക്വയർ ആണ് അല്ലെ. കൈനറ്റിക് എനർജി ഈസ് പ്രപ്പോർഷണൽ ടു വെലോസിറ്റി സ്ക്വയർ ആണ് മക്കളെ. അപ്പോൾ ഒരു ഗ്രാഫ് ചെറുതേ ഒരു രീതിയിൽ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ കൈനറ്റിക് എനർജി വേഴ്സസ് സ്പീഡ് ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു പരാബോള ആയിരിക്കും കേട്ടോ. സീറോയിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു പരാബോള ആയിരിക്കും. സോ ഇറ്റ് ഈസ് കൈനറ്റിക് എനർജി വേഴ്സസ് സ്പീഡ്. അപ്പൊ കൈനറ്റിക് എനർജിയും സ്പീഡും തമ്മിലുള്ള ഗ്രാഫ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ എന്തായിരിക്കും, അതൊരു പരാബോള ആയിരിക്കും. കാരണം ബി സ്ക്വയർ ആണ് വന്നേക്കണേ. അപ്പോ മൂവിംഗ് ബോഡിക്ക് ഉണ്ടാവുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി ഹാഫ് എം ബി സ്ക്വയർ പി സ്ക്വയർ ഡിവൈഡ് ബൈ 2m √2m. ഇത് വെച്ചിട്ട് കുറെ അധികം പ്രോബ്ലംസ് ചോദിക്കാണ്ട് നമുക്ക് പറഞ്ഞുതരാം അടുത്ത സെക്ഷനിൽ, അല്ലെങ്കിൽ അടുത്തതായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. യെസ്, നോട്ട് ചെയ്തല്ലോ. അപ്പോ ഇനി നമുക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, കൈനറ്റിക് എനർജി കാനോട്ട് ബി നെഗറ്റീവ്. അതൊന്ന് നോക്കി വെച്ചോളാം. ഒരിക്കലും നെഗറ്റീവ് ആവില്ല. നെഗറ്റീവ് കൈനറ്റിക് എനർജി പോസിബിൾ അല്ല കേട്ടോ. അപ്പൊ നെഗറ്റീവ് കൈനറ്റിക് എനർജി പോസിബിൾ അല്ല. അതാണ് ഇരിക്കട്ടെ. ഇനി ഞാൻ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോ രണ്ട് ബോഡികൾ എന്ന് വിളിക്കുക. കൺസിഡർ 2 ബോഡീസ് ഓഫ് മാസസ് m1 ആൻഡ് m2. രണ്ട് ബോഡികളുണ്ട് മക്കളെ, മാസ് m1 ആൻഡ് m2 ആണ്. അപ്പൊ രണ്ട് ബോഡികളുണ്ടെന്ന് വരിക, മാസ് m1 m2. അവരുടെ ഫസ്റ്റ് കേസ് പറയാൻ പോണ ശ്രദ്ധിക്കുക. കേസ് 1, അവരുടെ മൊമെന്റങ്ങൾ ഈക്വൽ ആണ്. മൊമെന്റം ഓഫ് ബോത്ത് ആർ ഈക്വൽ. മൊമെന്റം ഓഫ് ബോത്ത് ആർ ഈക്വൽ. രണ്ടുപേരുടെയും മൊമെന്റം ഈക്വൽ ആണെന്ന് പരീക്ഷയ്ക്ക് തരും. അപ്പൊ രണ്ട് മാസുകളുണ്ട് m1 m2, അവരുടെ മൊമെന്റങ്ങൾ ഈക്വൽ ആണ്. സോ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി, അതായത് കൈനറ്റിക് എനർജി 1 ബൈ കൈനറ്റിക് എനർജി 2 എത്രയാണെന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് മക്കളെ, ആരാണ് കോൺസ്റ്റന്റ് ഈക്വൽ എന്ന് പറഞ്ഞത്, മൊമെന്റം ഈക്വൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഏത് ക്വാണ്ടിറ്റി ആണ് നമ്മൾ ഈക്വൽ ആണെന്ന് അങ്ങനെ ആ ക്വാണ്ടിറ്റിയും വെച്ചുള്ള ഇക്വേഷൻ ഉണ്ടാക്കണം. അപ്പൊ കൈനറ്റിക് എനർജി ഈക്വൽ നമുക്ക് ഓൾറെഡി പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ, പി സ്ക്വയർ ഡിവൈഡ് ബൈ 2. കൈനറ്റിക് എനർജി ഈക്വൽ ടു പി സ്ക്വയർ ഡിവൈഡ് ബൈ 2. അതിൽ പി ആണ് മക്കളെ മൊമെന്റം. മൊമെന്റ് എന്താന്ന് പറഞ്ഞത്, ഈക്വൽ ആണെന്ന് പറഞ്ഞത്. അപ്പൊ രണ്ട് ബോഡികളുടെ മൊമെന്റ് ഈക്വൽ ആണെങ്കിൽ അവന് വലിയ റോളില്ല. ശ്രദ്ധിച്ചോളൂ. അപ്പൊ മൊമെന്റ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് അവനെ ക്യാൻസൽ ചെയ്യാം. 2 പിന്നെ കോൺസ്റ്റന്റ് ആണ്, അവനെ നമ്മൾ എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. സോ കൈനറ്റിക് എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു മാസ് എന്ന് വരും. കൈനറ്റിക് എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു മാസ് എന്ന് വരും മക്കളെ. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ഗ്രാഫ് പെട്ടെന്ന് ഓർമ്മ നമുക്ക് വരയ്ക്കാം. ഇറ്റ് ഈസ് കൈനറ്റിക് എനർജി വേഴ്സസ് മാസ് എന്ന് പറയുമ്പോൾ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ റെക്ടാങ്കുലർ ഹൈപ്പർബോള. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എന്താ മക്കളെ, മൊമെന്റം എന്താണ്, കോൺസ്റ്റന്റ് ആണ്. സോ മൊമെന്റം കോൺസ്റ്റന്റ് ആകുമ്പോൾ കൈനറ്റിക് എനർജി മാസ് നമ്മളെ ഗ്രാഫ് നമ്മൾ എഴുതി കഴിഞ്ഞു കേട്ടോ, വരച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ ഒരു റേഷ്യോ എന്ന് ചോദിച്ചാൽ ke1 ബൈ ke2. മക്കളെ ഒന്നുമില്ല, ke1 ബൈ ke2 എന്ന് പറയുന്നത് m2 ബൈ m1 ആണ്. അതായത് മാസുകളുടെ റേഷ്യോ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, തലതിരിയും. കാരണം കൈനറ്റിക് എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു മാസ് ആണ്. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ റേഷ്യോ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ മാസുകളൊന്നും എന്ത് ചെയ്യണം, തലതിരിച്ച് എഴുതണം. അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ke1 ബൈ ke2 ഈക്വൽ ടു m2 ബൈ m1. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, മൊമെന്റം ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. മൊമെന്റം ഈക്വൽ ആണെങ്കിൽ കൈനറ്റിക് എനർജി മാസിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് പറയുമ്പോൾ മാസ് കുറവുള്ളവരാണ് മക്കളെ കൈനറ്റിക് എനർജി കൂടുതൽ.
മാസ് കുറവുള്ളവനാണ് കൈനറ്റിക് എനർജി കൂടുതൽ. ഇപ്പൊ നമ്മളോട് ചിലപ്പോൾ ചോദിക്കുക, ഒരു ലോറിയും ഒരു സൈക്കിളും, ഒരു ലോറിക്കും ഒരു സൈക്കിളിനും ഒരേ മൊമെന്റമാണ്, ഒരു ലോറിക്കും ഒരു സൈക്കിളിനും ഒരേ മൊമെന്റമാണ്. അപ്പൊ ആർക്കാണ് കൈനറ്റിക് എനർജി കൂടുതൽ? മക്കളെ, ആർക്കാണ് കൈനറ്റിക് എനർജി കൂടുതൽ? ഒരേ മൊമെന്റം ആണെങ്കിൽ മാസ് കുറവുള്ളവനാണ് എന്ത് കൈനറ്റിക് എനർജി കൂടുതൽ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് പ്രതീക്ഷയോടാ. അപ്പൊ മാസ് കുറവാരൊക്കെ ആ സൈക്കിളിനാണ്. അപ്പൊ സൈക്കിളിനാണ് എന്ത് കൂടുക? കൈനറ്റിക് എനർജി കൂടുക. അതാണ് കേസ് 1. ക്ലിയർ ആയില്ലോ മക്കളെ? യെസ്, നോട്ട് ചെയ്തോളൂ. ഇനി കേസ് 2 നമ്മൾക്ക് പറയാം. അതായത് രണ്ട് ബോഡികളുടെ, മക്കളെ കേസ് 2 ആണ്. Both kinetic energy of both bodies are equal. അതായത് രണ്ടുപേരുടെയും കൈനറ്റിക് എനർജി ഈക്വൽ ആണ്. അപ്പോൾ രണ്ട് മാസുകളുണ്ട്, M1 M2 എന്ന രണ്ട് മാസുകളുണ്ട്. അവരുടെ കൈനറ്റിക് എനർജി ഈക്വൽ ആണ്. ചോദിച്ചിരുന്നത് എന്താണെന്ന് അറിയോ? P1/P2 കണ്ടുപിടിക്കാൻ, റേഷ്യോ ഓഫ് മൊമെന്റം കണ്ടുപിടിക്കാൻ ചോദിച്ചു. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എഴുതാലോ. എന്താ ഇക്വേഷൻ മക്കളെ? മൊമെന്റം ഈക്വൽ ടു മൊമെന്റത്തിന്റെ റേഷ്യോ വെച്ചാൽ, അപ്പൊ മൊമെന്റം ഈക്വൽ നമ്മൾ തൊട്ട് മുമ്പ് എഴുതുന്നതായിരുന്നു √2m ഇൻറ്റു കൈനറ്റിക് എനർജി. √2m ഇൻറ്റു കൈനറ്റിക് എനർജി. അതിൽ കൈനറ്റിക് എനർജി ഈക്വൽ ആണ്. അപ്പൊ അവന് റോളില്ല. ഈക്വൽ ആണെങ്കിൽ റോളില്ല. ഈ 2നും റോളില്ല, കാരണം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് എന്ത് കിട്ടും? മൊമെന്റം ഈസ് പ്രപ്പോർഷണൽ ടു √m. മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു √m. അപ്പൊ തന്നെ നമുക്ക് വേണമെങ്കിൽ ഗ്രാഫ് വരയ്ക്കാലോ. എന്താ ഗ്രാഫ് വരയ്ക്കുക? മൊമെന്റം വേഴ്സസ് √m ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ സ്ട്രേറ്റ് ലൈൻ കിട്ടും. മൊമെന്റം വേഴ്സസ് √m ഗ്രാഫ് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? സ്ട്രേറ്റ് ലൈൻ കിട്ടും. പക്ഷെ അങ്ങനെ ഗ്രാഫ് വയ്ക്കണമെങ്കിൽ എന്ത് വേണം മക്കളെ? കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പൊ കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ് ആണെങ്കിൽ മൊമെന്റം വേഴ്സസ് √m ന്റെ ഗ്രാഫ് സ്ട്രേറ്റ് ലൈൻ ആണ്. സോ P1/P2 എന്ന് പറയുന്നത് മക്കളെ √M1/M2 ആണ്. അപ്പൊ √M1/M2 ആണ് P1/P2. നമ്മൾ ഗ്രാഫും പറഞ്ഞു കഴിഞ്ഞു. അതായത് ഡയറക്ട്ലി പ്രപ്പോർഷൻ ആണ് മക്കളെ. അപ്പൊ മാസ് കൂടുന്തോറും എന്താ ചെയ്യാം? മൊമെന്റം കൂടുക ചെയ്യാം കേട്ടോ. അപ്പൊ രണ്ടുപേർക്ക് ഈക്വൽ കൈനറ്റിക് എനർജി ആണെങ്കിൽ ആർക്കാണോ മാസ് കൂടുതൽ അവനാണ് കൂടുക, മൊമെന്റം കൂടുക. കാരണം ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. റൂട്ടിന്റെ ഉള്ളിലാണെങ്കിലും അത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. അപ്പൊ അതൊന്നും എന്ത് ചെയ്യണം മക്കളെ? നോട്ട് ചെയ്ത് വെക്കണം. അതാണ് കേസ് 2. യെസ്. ഇനി രണ്ടുപേർക്കും കേസ് 3, രണ്ടുപേർക്കും മാസ് കൂടുതലാണെന്ന് വിചാരിക്കുക. രണ്ടുപേർക്കും മാസ് കൂടുതലല്ല. കേസ് 3 മാസ് ഈക്വൽ എന്ന് വിളിക്കുക. മാസ് ഓഫ് ബോത്ത് ബോഡീസ് ആർ ഈക്വൽ. അതായത് രണ്ടുപേരുടെയും മാസ് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് M1 ഈക്വൽ ടു M2. അപ്പൊ നമ്മൾ നോക്കിയ മക്കളെ, നമുക്ക് ആദ്യം മൊമെന്റത്തിന്റെ ഇക്വേഷൻ എഴുതാം. മൊമെന്റം ഈസ് ഈക്വൽ √2m ഇൻറ്റു കൈനറ്റിക് എനർജി. മാസ് കോൺസ്റ്റന്റ്, അതേപോലെ 2ഉം കോൺസ്റ്റന്റ്. അപ്പൊ തന്നെ നമുക്ക് പറയാലോ മൊമെന്റം ഈസ് പ്രപ്പോർഷണൽ ടു കൈനറ്റിക് എനർജി. സോ ഈക്വൽ മാസ് ഉള്ള ബോഡികളാണെങ്കിൽ മൊമെന്റം ഈസ് പ്രപ്പോർഷണൽ ടു കൈനറ്റിക് എനർജി ആണ്. സോ ദ ഗ്രാഫ് ബിറ്റ്വീൻ മൊമെന്റം ആൻഡ് റൂട്ട് ഓഫ് കൈനറ്റിക് എനർജി വരുമ്പോൾ എന്ത് വരും മക്കളെ? സ്ട്രേറ്റ് ലൈൻ വരും. സോ അപ്പൊ മൊമെന്റത്തിന്റെ റേഷ്യോ എന്ന് പറയുന്നത് മക്കളെ P1/P2 എന്നുള്ളത് റൂട്ട് ഓഫ് കൈനറ്റിക് എനർജി 1/കൈനറ്റിക് എനർജി 2 കേട്ടോ. ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ 3 കേസുകൾ നമ്മൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞു. യെസ്, നോട്ട് ചെയ്തില്ല മക്കളെ 3 കേസുകൾ. ഇനി നമുക്ക് ഒരു ചോദ്യം ഇവിടുന്ന് വരാറുള്ളത്, ഒരു ബോഡിയുടെ മൊമെന്റം 50% ഇൻക്രീസ് ചെയ്തു. ഒരു ബോഡിയുടെ മൊമെന്റം 50% ഇൻക്രീസ് ചെയ്തു. വാട്ട് ഈസ് എ പെർസെന്റേജ് ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി? ഞാൻ നിങ്ങളോട് റെസിസ്റ്റൻസിന്റെ കേസിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി അത് ഓർമ്മയില്ലാത്തവർ ഇങ്ങോട്ട് നോക്കാം. If the momentum of a body increases by 50%, momentum of a body increases by 50%, what is the percentage increase in kinetic energy? എത്ര കൈനറ്റിക് എനർജിയാണ്, എത്ര പെർസെന്റേജ് ആണ് മക്കളെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യാന്ന ഒരു ചോദ്യം നമുക്ക് വരാറുണ്ട്. വാട്ട് ഈസ് എ പെർസെന്റേജ് ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി? മൊമെന്റ് എത്ര ശതമാനം കൂട്ടിയ മക്കളെ? 50% കൂടി. അപ്പൊ 50ന് വരെ 40 ആവാട്ടോ, 20 ആവാം, 30 ആവാം, എന്തുകൊണ്ടല്ലേ ആവാം. അപ്പൊ ഞാൻ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം മക്കളെ. നിങ്ങൾ ആദ്യം ഇക്വേഷൻ എഴുതി വയ്ക്കുക. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു P²/2m എന്നുള്ള ഇക്വേഷൻ. അതിൽ 2ന് റോളില്ല, M-ന് റോളില്ല. കാരണം 2 കോൺസ്റ്റന്റ് ആണ്, മാസ് കോൺസ്റ്റന്റ് ആണ്. സോ നമ്മൾ നോക്കി വരുമ്പോൾ കൈനറ്റിക് എനർജി ഈസ് പ്രപ്പോർഷണൽ ടു മൊമെന്റം സ്ക്വയർ ആണ്. ഇനി മൊമെന്റ് 50% കൂട്ടി എന്നാണ് പറയുന്നത്, അല്ലെ? ഇൻക്രീസ് ചെയ്യുന്നതാണ്. ശ്രദ്ധിച്ച് കേട്ടോളൂ, 50% ഇൻക്രീസ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ ഓൾറെഡി ഒരു വാല്യൂ ഉണ്ട് അവിടെ, അല്ലെ? ഓൾറെഡി ഒരു വാല്യൂ ഉണ്ട്. ആ ഓൾറെഡി ഉള്ള ഒരു വാല്യൂവിന്റെ കൂടെ 50% കൂട്ടാ ചെയ്യണം.
അപ്പൊ ഈ ഓൾറെഡി ഉള്ള വാല്യൂ നമ്മൾ 100% എന്ന് പറയാറ് സാധാരണ അല്ലെ. തുടക്കത്തിലുള്ള വാല്യൂവിനെ നമുക്ക് 100% എന്ന് പറയാം. അതിന്റെ കൂടെ 50% മൊമെന്റ് കൂട്ടി. അപ്പൊ മൊമെന്റ് എത്ര ശതമാനമായി മക്കളെ? 150%. യൂസ് യുവർ കോമൺ സെൻസ്. പേന പോലും തുടങ്ങണ്ട കേട്ടോ, പേന പോലും നമ്മൾ തൊട്ടിട്ടില്ലേ. അപ്പോ ഓൾറെഡി ഒരു മൊമെന്റ് ഉണ്ട്, അതിന്റെ കൂടെ ഒരു 50% കൂട്ടുന്നു. അപ്പൊ മൊമെന്റ് എത്ര ശതമാനമായി മക്കളെ? 150%. ഈ 150% നമ്മൾ നമ്പറിലേക്ക് കൊണ്ടുവരുമ്പോൾ 1.5 ആണ്. കാരണം 150/100 ശതമാനത്തിന് നമുക്ക് പെർസെന്റേജിന് നമുക്ക് നമ്പറിലേക്ക് കൊണ്ടുവരുമ്പോൾ by 100 ചെയ്താൽ മതി. അപ്പൊ 1.5 ആണ്. അപ്പൊ മൊമെന്റ് എത്ര ടൈംസ് ആയി? 1.5 ടൈംസ് ആയി. കൈനറ്റിക് എനർജി എന്തിന്റെ പ്രപ്പോർഷനാണ്? മൊമെന്റത്തിന്റെ സ്ക്വയറിന്റെ പ്രപ്പോർഷനാണ്. അപ്പൊ 1.5 ടൈംസ് ആയി മൊമെന്റം. അപ്പൊ 1.5ന്റെ സ്ക്വയർ എത്രയാണ് മക്കളെ? 2.25. 15ന്റെ സ്കോർ എത്രയായി? 225. അപ്പൊ 1.5ന്റെ സ്കോർ എത്രയാണ്? 2.25. അപ്പൊ കൈനറ്റിക് എനർജി എത്ര ശതമാനം ഉണ്ടാവും മക്കളെ? 2.25 ആയി. അതായത് 225% മാറി കേട്ടോ. കൈനറ്റിക് എനർജി 225% മാറി. അപ്പൊ എത്രയാണ് ഇൻക്രീസ്? ഓൾറെഡി 100% ഉണ്ടായിരുന്നു. അപ്പൊ എത്ര ഇൻക്രീസ്? ഇൻക്രീസ് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ശതമാനം മക്കളെ? ഇൻക്രീസ് ചോദിച്ചു കഴിഞ്ഞാൽ 125% കേട്ടോ. സോ വാട്ട് ഈസ് എ പെർസെന്റേജ് ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി? 125%. വളരെ സിമ്പിൾ ആണ്. 40% കൂട്ടി. ഞാനൊരു എക്സാമ്പിളോടും പറഞ്ഞുതരാം. മൊമെന്റം ഇൻക്രീസസ് ബൈ 40%. മൊമെന്റം ഇൻക്രീസസ് ബൈ മക്കളെ 40%. മൊമെന്റം 40% കൂടുമ്പോൾ ഓൾറെഡി 100 ഉണ്ട്. അപ്പൊ 40 കൂടി. അപ്പൊ 140. 140 നമ്പറിലേക്ക് മാറ്റൂ. സോറി, 140 നമ്പറിലേക്ക് മാറ്റൂ. 1.5. 1.4ന്റെ സ്ക്വയർ എത്രയാണ് മക്കളെ? 1.96. കാരണം 14ന്റെ സ്ക്വയർ 196. 1.96. അതിന് പേഴ്സണലിലേക്ക് മാറ്റി 196. സോ എത്ര പെർസെന്റേജ് ഇൻക്രീസ് മക്കളെ? 96%. വളരെ സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതാൻ ബാധ്യസ്ഥരാണ് കേട്ടല്ലേ. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യാം മക്കളെ. യെസ്, അടുത്തത് മക്കളെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഇല്ലേ. അപ്പോ വീണ്ടും നമ്മൾ പറഞ്ഞു മക്കളെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് നമ്മളൊരു ഇക്വേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു മക്കളെ. S=u²/2μg. ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലോസ് ഓഫ് മോഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ മറ്റൊരു ഇക്വേഷൻ പറയാൻ പോകണം മക്കളെ. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ റിട്ടാർഡിംഗ് ഫോഴ്സ്. കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ റിട്ടാർഡിംഗ് ഫോഴ്സ്. ഇതാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് മക്കളെ. ഇത് തന്നെയാണ് കേട്ടോ, സെയിം ഇക്വേഷൻ തന്നെയാണ്. നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. കൈനറ്റിക് എനർജി ഇക്വേഷൻ ½ mv². ഇനീഷ്യൽ കൈനറ്റിക് എനർജി ½ mv² ബൈ റിട്ടാർഡിംഗ് ഫോഴ്സ് എന്ന് അവിടെ ഫ്രിക്ഷൻ ആണ് ഫോഴ്സ്. ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ മക്കളെ മ്യൂ ഇൻറ്റു നോർമൽ റിയാക്ഷൻ. നോർമൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ mg അല്ലെ. ഒരു ബോഡി ഇങ്ങനെ സർഫസിൽ നിൽക്കുമ്പോൾ ബോഡിയുടെ വെയിറ്റ് mg താഴേക്ക്, നോർമൽ റിയാക്ഷൻ മുകളിലേക്ക്. സോ നോർമൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ മക്കളെ mg വെട്ടികളഞ്ഞ എന്ത് വരും മക്കളെ? u²/2μg. അതന്നെ ഇത്. അപ്പൊ നിങ്ങൾ ഈ ഇക്വേഷൻ പുതിയതാണല്ലോ എന്ന് പറയുന്നതാ. ഈ ഇക്വേഷൻ ഒക്കെ സെയിം ആണ്. അപ്പൊ കൈനറ്റിക് എനർജി ബൈ എന്താണ് മക്കളെ? റിട്ടാർഡിംഗ് ഫോഴ്സ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റിട്ടാർഡിംഗ് ഫോഴ്സ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കിട്ടും. ഈ കൈനറ്റിക് എനർജിക്ക് പകരം നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പൊ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഈക്വൽ ടു മക്കളെ കൈനറ്റിക് എനർജിക്ക് പകരം നമുക്ക് ഇതിങ്ങനെ പഠിച്ചിട്ടുണ്ട്, p²/2. ഓർമ്മയില്ല? സോ ഇറ്റ് ഈസ് p²/2m into സ്റ്റോപ്പിംഗ് ഫോഴ്സ്. p²/2m into സ്റ്റോപ്പിംഗ് ഫോഴ്സ്. സ്റ്റോപ്പിംഗ് ഫോഴ്സ് മിക്കവാറും ഫ്രിക്ഷൻ ആയിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെയും എഴുതാം കേട്ടോ. അപ്പൊ കൈനറ്റിക് എനർജി ബൈ റിട്ടാർഡിംഗ് ഫോഴ്സ് ആണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ p²/2m into സ്റ്റോപ്പിംഗ് ഫോഴ്സ് ആണത്. ഇനി സ്റ്റോപ്പിംഗ് ഫോഴ്സ് ഫ്രിക്ഷൻ ആണ്, മ്യൂ ഇൻറ്റു mg. അതൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി കേട്ടോ. അതൊക്കെ പല സ്ഥലങ്ങളിൽ യൂസ് ചെയ്ത് വരും. ഇനി നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മള് കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റോപ്പിംഗ് ടൈം ഓർമ്മയുണ്ടോ മക്കളെ? നമുക്ക് സ്റ്റോപ്പിംഗ് ടൈം ഓർമ്മയുണ്ടാവും. സ്റ്റോപ്പിംഗ് ടൈമിന്റെ ഇക്വേഷൻ പറഞ്ഞായിരുന്നു മക്കളെ, u/μg എന്ന് പറഞ്ഞായിരുന്നു. u/μg അല്ലെ, നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. സ്റ്റോപ്പിംഗ് ടൈം ഈക്വൽ ടു, അതായത് നിൽക്കാൻ വേണ്ട സമയം എത്രയാ? u/μg. മക്കൾ ഒന്നും ചെയ്യണം, നിങ്ങൾ ഇവിടെ m ചെയ്യാം, ഇവിടെ m ചെയ്യാം. അപ്പൊ m into u, what is m into u? m into u മൊമെന്റ് ആണ്. അപ്പൊ m into u എന്ന് പറയുമ്പോൾ മൊമെന്റ് ആണ്. അപ്പൊ സ്റ്റോപ്പിംഗ് ടൈം ഈക്വൽ ടു മൊമെന്റം ബൈ μmg. മക്കളെ μmg എന്ന് പറയുമ്പോൾ റിട്ടാർഡിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് ഫോഴ്സ് എന്ന് വിളിക്കാം, അതായത് ഫ്രിക്ഷൻ. അപ്പൊ മൊമെന്റം ഡിവൈഡ് ബൈ ഫ്രിക്ഷൻ അല്ലെങ്കിൽ മൊമെന്റം ഡിവൈഡ് ബൈ സ്റ്റോപ്പിംഗ് ഫോഴ്സ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? സ്റ്റോപ്പിംഗ് ടൈം കിട്ടും കേട്ടോ. അപ്പൊ സ്റ്റോപ്പിംഗ് ടൈം കിട്ടും മൊമെന്റം ഡിവൈഡ് ബൈ സ്റ്റോപ്പിംഗ് ഫോഴ്സ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് പറയാം മൊമെന്റത്തിന്റെ ഇക്വേഷൻ അറിയാലോ, √2 കൈനറ്റിക് എനർജി ഡിവൈഡ് ബൈ സ്റ്റോപ്പിംഗ് ഫോഴ്സ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? ടൈം കിട്ടും, സ്റ്റോപ്പിംഗ് ടൈം കിട്ടും കേട്ടോ. അപ്പോ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ബൈ റിട്ടാർഡിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ഫ്രിക്ഷൻ കേട്ടോ. എന്തും യൂസ് ചെയ്യാം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇത് നോട്ട് ചെയ്തില്ലേ മക്കളെ? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ പുതിയ കാര്യമില്ല കേട്ടോ, ഓൾറെഡി പഴയത് പഠിച്ചതുള്ളതാണ്. അതന്നെ നമ്മൾ വീണ്ടും പറയുന്നുള്ളൂ. യെസ്, അത് നോട്ട് ചെയ്യാം.
നോക്കൂ മക്കളെ, നോക്കൂ, ഒരു സൈക്കിളും ഉണ്ട്, ഒരു ലോറി ഉണ്ട് വിചാരിക്കുക, അല്ലെങ്കിൽ ബസ് ആയിക്കോട്ടെ, സൈക്കിളും ബസ്സും. അവരിൽ രണ്ടുപേരിലേക്കും ആക്ട് ചെയ്യുന്ന സ്റ്റോപ്പിംഗ് ഫോഴ്സുകൾ സെയിം ആണ്. അപ്പോ പരിപാടി മനസ്സിലായാലേ, അവരുടെ സ്റ്റോപ്പിംഗ് ഫോഴ്സുകൾ സെയിം ആണ് കേട്ടോ. സ്റ്റോപ്പിംഗ് ഫോഴ്സുകൾ അവരുടെ സെയിം ആണ്. അപ്പോ അവരുടെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്തായിരിക്കും അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ റേഷ്യോ ചോദിക്കും കേട്ടോ മക്കളെ. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ റേഷ്യോ ചോദിക്കും മക്കളെ. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ റേഷ്യോ ചോദിക്കുമ്പോൾ ഇപ്പൊ രണ്ടുപേരുടെയും ആക്ട് ചെയ്യുന്ന സ്റ്റോപ്പിംഗ് ഫോഴ്സ് ഈക്വൽ ആണ്. ഈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ മക്കളെ എന്താ നമ്മൾ എഴുതിയ കൈനറ്റിക് എനർജി ബൈ സ്റ്റോപ്പിംഗ് ഫോഴ്സ് ആണ്. അതിൽ സ്റ്റോപ്പിംഗ് ഫോഴ്സ് എന്താന്ന് പറഞ്ഞു, ഈക്വൽ ആണെന്ന് പറഞ്ഞു രണ്ടുപേർക്കും. അപ്പൊ സ്റ്റോപ്പിംഗ് ഫോഴ്സിന് ഇവിടെ യാതൊരുവിധ റോൾ ഇല്ല. അപ്പൊ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഓഫ് ബസ് ബൈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഓഫ് സൈക്കിൾ എന്ന് പറയുന്നത് മക്കളെ കൈനറ്റിക് എനർജി അല്ലെ. കൈനറ്റിക് എനർജി പിന്നെ ഡിപ്പെൻഡിങ് ആണോ. കൈനറ്റിക് എനർജി ഓഫ് ബസ് ബൈ കൈനറ്റിക് എനർജി ഓഫ് എന്താ മക്കളെ സൈക്കിൾ. ഇതാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ റേഷ്യോ കേട്ടോ. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ റേഷ്യോ. ഇനി കൈനറ്റിക് എനർജിക്ക് വരാൻ നമുക്ക് √2m T² / 2m ചെയ്യാം. അപ്പോൾ മൊമെന്റത്തിലേക്ക് പോകും. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും. അതുപോലെ സ്റ്റോപ്പിംഗ് ടൈമിന്റെ റേഷ്യോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ സ്റ്റോപ്പിംഗ് ടൈം ഓഫ് ബസ് ബൈ സ്റ്റോപ്പിംഗ് ടൈം ഓഫ് സൈക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം സ്റ്റോപ്പിംഗ് ടൈമിന്റെ ഇക്വേഷൻ എന്താ മക്കളെ. സ്റ്റോപ്പിംഗ് ടൈമിന്റെ ഇക്വേഷൻ മൊമെന്റം ആണ് അല്ലെ. മൊമെന്റം ഡിവൈഡ് ബൈ എന്താണ് സ്റ്റോപ്പിംഗ് ഫോഴ്സ് ആണ്. മൊമെന്റം ഡിവൈഡ് ബൈ സ്റ്റോപ്പിംഗ് ഫോഴ്സ് ആണ്. അപ്പോ സ്റ്റോപ്പിംഗ് ടൈം ഓഫ് ബസ് എന്ന് വെച്ചാൽ മക്കളെ മൊമെന്റം ഓഫ് ബസ് ബൈ മൊമെന്റം ഓഫ് എന്ത് വരും മക്കളെ സൈക്കിൾ വരും. കാരണം സ്റ്റോപ്പിംഗ് ഫോഴ്സുകൾ എന്താണ് മക്കളെ സെയിം ആണ്. ക്ലിയർ ആയോ? അപ്പോ അങ്ങനെ ഒരു ചോദ്യം വരും. ഇനി മൊമെന്റത്തിന് പകരം നമുക്ക് എന്ത് എഴുതാം മക്കളെ. ഇറ്റ് ഈസ് √2m × കൈനറ്റിക് എനർജി ബൈ √2m × കൈനറ്റിക് എനർജി. അപ്പൊ എങ്ങനെ വേണമെങ്കിലും അവര് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ മാറ്റി മാറ്റി റേഷ്യോ ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ നിങ്ങൾ അത് ചെയ്യാൻ എന്താണ് മക്കളെ ബാധ്യസ്ഥരാണ് കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് ബൈക്കായിട്ട് പഠിക്കാനല്ല, അതങ്ങനെ ചോദ്യം വരാം. അപ്പൊ അതങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ യൂസ് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പൊ ഈ കാര്യം കൂടി എന്ത് ചെയ്യാം മക്കളെ നോട്ട് ചെയ്യാം. മക്കളെ നമുക്ക് ഇനി അടുത്തത് പൊട്ടൻഷ്യൽ എനർജി നോക്കാം കേട്ടോ. അടുത്ത് നമ്മൾ നോക്കാൻ പോണത് പൊട്ടൻഷ്യൽ എനർജിയാണ്. സോ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് നോക്കാം മക്കളെ. എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ, എന്താണ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഒരു ബോഡിക്ക് അതിന്റെ പൊസിഷൻ കാരണം കൊണ്ടോ അവസ്ഥ കാരണം കൊണ്ടോ കിട്ടുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി കേട്ടോ. സോ ഇറ്റ് ഈസ് എനർജി പോസസ്ഡ് ബൈ എ ബോഡി. എനർജി പോസസ്ഡ് ബൈ എ ബോഡി by virtue of its position or configuration. മക്കളെ പൊസിഷൻ കാരണം കൊണ്ടോ കോൺഫിഗറേഷൻ കാരണം കൊണ്ടോ ഉണ്ടാവുന്ന എനർജിനെ നമ്മൾ വിളിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് തെങ്ങിന്റെ മുകളിലിരിക്കുന്ന തേങ്ങ പൊസിഷൻ കാരണം കൊണ്ട് എനർജി ഉണ്ടാവും അല്ല. ഡാമിൽ കെട്ടിരിക്കുന്ന വെള്ളം പൊസിഷൻ കാരണം കൊണ്ട് എനർജി ഉണ്ടാവുന്നുണ്ട്. മുകളിലിരിക്കുന്ന എന്തൊരു ഒബ്ജക്ട് പൊസിഷൻ കാരണം കൊണ്ട് എനർജി ഉണ്ടാവും. അതൊക്കെ പൊട്ടൻഷ്യൽ എനർജിയാണ്. വൈൻഡ് ചെയ്തിരിക്കുന്ന സ്പ്രിങ് മക്കളെ, വൈൻഡ് ചെയ്തിരിക്കുന്ന സ്പ്രിങ് മുകളിലൊന്നല്ല വെച്ചേക്കണേ. അപ്പൊ അത് പൊസിഷൻ അല്ല, അത് അതിന്റെ അവസ്ഥയാണ്. ഒരു അവസ്ഥയിലായിരിക്കണേ. വൈൻഡ് ചെയ്ത സ്പ്രിങ് ഏത് അവസ്ഥയിലേക്കണേ, അല്ലെങ്കിൽ കംപ്രസ്ഡ് ആയിട്ടുള്ള സ്പ്രിങ് ഒരവസ്ഥയിലായിരിക്കണേ. അതതിന്റെ സ്ഥാനമല്ല പ്രശ്നം, അത് അവിടെ ഇരിക്കുന്നല്ല പ്രശ്നം, അതിന്റെ അവസ്ഥയാണ് പ്രശ്നം. അപ്പൊ ഒരു പെർട്ടിക്കുലർ അവസ്ഥയിലിരിക്കുന്ന ആ സ്പ്രിങ്ങിന് എനർജി ഉണ്ടാവും. ഒരു പെർട്ടിക്കുലർ സ്ഥലത്തിരിക്കുന്ന തേങ്ങയ്ക്ക് എനർജി ഉണ്ടാവും. അപ്പൊ സ്ഥലവും അവസ്ഥയും വേണം കേട്ടോ. ഒരു സ്ഥലത്ത് ഇരിക്കുന്നവന് എനർജി ഉണ്ടെങ്കിൽ അത് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഒരു അവസ്ഥയിൽ ഇരിക്കുന്നവനും എനർജി ഉണ്ടെങ്കിൽ മക്കൾ എന്താണ് അത് പൊട്ടൻഷ്യൽ എനർജി തന്നെയാണ്. വേറെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയാനില്ല. അപ്പൊ നമ്മൾ ആദ്യം തന്നെ പറയുന്നത് നമ്മുടെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. മക്കളെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി mgh ആണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി mgh ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയണം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ശരിക്കുള്ള ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും നമ്മൾ ഗ്രാവിറ്റേഷനിൽ പഠിച്ചിട്ടുള്ളതാണ്. -g into capital and small, അതായത് പ്രൊഡക്റ്റ് ഓഫ് 2 masses by distance. അപ്പൊ 2 മാസുകൾ തമ്മിലുള്ള ഒരു r ഡിസ്റ്റൻസ്, 2 മാസുകൾ തമ്മിൽ ഒരു r ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്തിരിക്കുമ്പോൾ ശരിക്കുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മക്കളെ -gmm/r ആണ്. ഈ ഇക്വേഷൻ വരുന്നത് മക്കളെ ഒരു ചെറിയ ഒരു ഉടായ്പ നടത്തിയിടാം. എന്താ ഉടായ്പ എന്ന് അറിയോ? ഈ നമ്മുടെ ഭൂമിയിലെ സർഫസല്ലോ, നമ്മുടെ എർത്തിന്റെ സർഫസിൽ നമ്മൾ ഒരു റഫറൻസ് പോയിന്റ് ആയിട്ട് എടുത്തു. എർത്തിന്റെ സർഫസിൽ നമ്മൾ റഫറൻസ് പോയിന്റ് എടുത്ത് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി 0 എന്ന് അസ്യൂം ചെയ്തു. ശരിക്കും അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി 0 അല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവിടെ ഈ ഇക്വേഷൻ പറയുമ്പോൾ അത് 0 അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുമ്പോൾ താഴെ ഈ തറനിരപ്പ് ഫ്ലോർ ലെവലില് നമ്മൾ എന്ത് ചെയ്തു, പൊട്ടൻഷ്യൽ എനർജി 0 എന്ന് എടുത്തു കേട്ടോ. അപ്പോ അത് 0 എടുത്തിട്ട് നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ ഇൻക്രീസ് ആണ് ശരിക്കും mgh.
അപ്പൊ MgH എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ആര് തമ്മിലുള്ള ഡിഫറൻസ് മക്കളെ? ഭൂമിയുടെ സർഫസ് അത് നമ്മൾ 0 എടുത്തു, പിന്നെ മുകളിലേക്കുള്ള ആ തേങ്ങ നിൽക്കുന്ന ഹൈറ്റ് വരെയുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പൊ ശരിക്കും നമ്മൾ തേങ്ങയുടെ പൊട്ടൻഷ്യൽ എനർജി പറയുമ്പോൾ ശരിക്കും നമ്മൾ പറയുന്നത് -gmm/r ആണ് കേട്ടോ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? സർഫസിലെ പൊട്ടൻഷ്യൽ എനർജി 0 ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് MgH എന്നും പറയാം കേട്ടോ. അപ്പൊ നിങ്ങൾ MgH പഠിക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം ഇതാണ് അൾട്ടിമേറ്റ് ഇക്വേഷൻ. അപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ MgH യൂസ് ചെയ്താൽ മതി. ഗ്രാവിറ്റേഷനിലൊക്കെ പോകുമ്പോഴാണ് നമ്മൾ -gmm/r യൂസ് ചെയ്യുള്ളൂ. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് MgH ഇനഫ് ആണ്. അപ്പൊ നമ്മുടെ തെങ്ങിന്റെ മുകളിൽ ഇരിക്കുന്ന തേങ്ങ നമ്മുടെ സർഫസ് വരെ വീഴുള്ളൂ, അതിന്റെ ഉള്ളിലേക്ക് തുളഞ്ഞു കയറി പോവില്ല, ഇല്ലല്ലോ. അപ്പൊ നമ്മള് ഡേ ടു ഡേ ലൈഫ് നോക്കുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റുകളൊക്കെ സർഫസ് വരെ വന്ന് നിൽക്കുക ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് പോകേണ്ട കേസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇതെന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് പറയുമ്പോൾ സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. നിങ്ങൾ ആലോചിച്ചാൽ മതി, സെന്റർ ഓഫ് എർത്ത് എന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ പറയാം. അപ്പൊ നമുക്ക് സെന്റർ ഓഫ് എർത്ത് വരെ ഒന്നും നമ്മൾ പോകാറില്ല. സാധാരണ സർഫസിൽ എത്തുമ്പോൾ നമ്മുടെ എല്ലാ ഒബ്ജക്റ്റും നിൽക്കാതെ പതിവ്. അപ്പൊ അത് കാരണം നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കയറി ചിന്തിക്കാതിരിക്കാൻ വേണ്ടി സർഫസിലുള്ള എനർജീനെ നമ്മൾ 0 അസ്യൂം ചെയ്തിട്ട് എവിടുന്ന് അങ്ങോട്ട് നമ്മൾ മെഷർ ചെയ്ത് തുടങ്ങുക. അപ്പൊ ഇത് 0 ആണെങ്കിൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് മുകളിലേക്ക് മെഷർ ചെയ്ത് തുടങ്ങുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് എന്ത്? MgH. ക്ലിയർ ആയില്ലേ? അപ്പോ ഇതാണ് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ആയിട്ടുള്ള എന്ത് മക്കളെ? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് MgH. അത് വലിയ റൂളില്ല. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, ഇത് നോട്ട് ചെയ്തില്ലേ മക്കളെ? യെസ്. ഇനി പഠിക്കാനുള്ളത് നമുക്ക് സ്പ്രിങ്ങിന്റെ പൊട്ടൻഷ്യൽ എനർജി, അതൊന്ന് പഠിക്കണേ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മക്കളെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്പ്രിംഗ്. സ്പ്രിങ്ങിന്റെ പൊട്ടൻഷ്യൽ എനർജി പഠിക്കാം മക്കളെ. സ്പ്രിങ്ങിന്റെ പൊട്ടൻഷ്യൽ എനർജി ഞാൻ ഇക്വേഷൻ മാത്രം എഴുതി തരാൻ ഉദ്ദേശിക്കുന്നുള്ളൂ മക്കളെ. പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്പ്രിംഗ് എന്ന് പറയുമ്പോൾ ½ x xi². അവയില് K എന്ന് പറയുന്നത് മക്കളെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. എല്ലാവർക്കും അറിയാം സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ് K എന്ന് പറയുന്നത്. അപ്പൊ K നമുക്ക് തന്നിട്ടുണ്ടാവും. XF എന്ന് പറയുമ്പോൾ ഫൈനൽ ഇലോങ്ങേഷൻ ആണ്, അല്ലെങ്കിൽ ഫൈനൽ ലെങ്ത് ആണ്. XI എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ ഇലോങ്ങേഷൻ ആണ്. തുടക്കത്തിൽ എത്രയുണ്ടെന്ന് നോക്കാം. അപ്പൊ ശരിക്കും തുടക്കത്തിലെ ലെങ്ത്തും ഇത് ഫൈനൽ ലെങ്ത്തും അത്രയും പറഞ്ഞാൽ മതി. അപ്പൊ ഫൈനൽ ലെങ്ത് ഓഫ് ദ സ്പ്രിംഗും തുടക്കത്തിലെ ലെങ്ത് ഓഫ് ദ സ്പ്രിംഗും അതിന്റെ സ്ക്വയർ തമ്മിൽ എന്ത് ചെയ്യാം മക്കളെ? സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് ഇത് കിട്ടും. ഇൻറ്റു ½ ചെയ്താൽ നമുക്ക് ഇത് കിട്ടും മക്കളെ, പൊട്ടൻഷ്യൽ എനർജി കിട്ടും. ഇനി സാധാരണ കേസുകളിൽ ഇനീഷ്യൽ ഇലോങ്ങേഷൻ 0 ആയിട്ട് എടുക്കും. കാരണം തുടക്കത്തിലെ ഇലോങ്ങേഷൻ ഇല്ല, സ്പ്രിംഗ് വെറുതെ നിൽക്കുന്ന അവസ്ഥയെന്ന് വിചാരിക്കാം. അപ്പൊ സ്പ്രിംഗ് അതിന്റെ നാച്ചുറൽ സ്റ്റേറ്റിലാണെങ്കിൽ ഇലോങ്ങേഷൻ 0 ആണ്. വെറുതെ നിൽക്കുന്ന സ്പ്രിംഗ് അല്ലെ. അപ്പൊ വെറുതെ നിൽക്കുന്ന സ്പ്രിംഗിൽ ഇനീഷ്യൽ ഇലോങ്ങേഷൻ നമ്മൾ 0 ആയിട്ട് എടുക്കാറ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? ഫൈനൽ പൊട്ടൻഷ്യൽ ½ into x² എന്ന് വരും. ഈ ഇക്വേഷൻ നിങ്ങൾ കേട്ട് പരിചയമുണ്ടാവും. ½ x² നിങ്ങൾ കേട്ട് പരിചയമുണ്ടാവും. ഇത് നിങ്ങൾ കേട്ട് പരിചയമുണ്ടാവില്ല. നിങ്ങൾ ഇത് പഠിക്കണം എന്ന് ഞാൻ പറയാം. കാരണം പല ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യരുത്, ഒരു തരത്തിലും കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ അനുവദിക്കരുത്. ½ k into ഫൈനൽ ഇലോങ്ങേഷൻ സ്ക്വയർ മൈനസ് ഇനീഷ്യൽ ഇലോങ്ങേഷൻ സ്ക്വയർ. അതിൽ ഇനീഷ്യൽ ഇലോങ്ങേഷൻ 0 ആണെങ്കിൽ നമുക്ക് ½ x² നേടാം. അപ്പൊ നിങ്ങൾ ഇതും നോക്കി വെച്ചോളൂ, ഇതും നോക്കി വെച്ചോളൂ. അപ്പൊ ½ x² ആണ് നമ്മുടെ സ്പ്രിംഗിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന എന്ത് മക്കളെ? പൊട്ടൻഷ്യൽ എനർജി. ആ വാല്യൂ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ½ അതിൽ x എന്ന് പറയുമ്പോൾ ഇലോങ്ങേഷൻ ആണ്. ഇനി ഇനീഷ്യലി ഇലോങ്ങേഷനും ഫൈനൽ ഇലോങ്ങേഷനും അത് ചിലപ്പോൾ ഇങ്ങനെ പ്രോബ്ലം ചോദിക്കും. ഒരു സ്പ്രിംഗ് ഓൾറെഡി കുറച്ച് ലെങ്ത് ഇലോങ്ങേറ്റഡ് ആണ്, അവിടുന്ന് വീണ്ടും കുറച്ചുകൂടി ലെങ്ത് ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി അങ്ങനെയൊക്കെ ചോദിക്കാട്ടോ മക്കളെ. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ പൊട്ടൻഷ്യൽ എനർജിയും ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയും വാട്ട് ഈസ് എ വർക്ക് ഡൺ ചോദിക്കാം. അത് സ്പ്രിംഗ് വലിച്ചിട്ടുള്ള വർക്ക് എത്രയാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മൾ ആ സ്പ്രിംഗ് വലിച്ചിട്ടാൻ ഉപയോഗിക്കുന്ന വർക്കാണ് അവിടെ എനർജി ആയിട്ട് മാറുന്നത്. അപ്പൊ വർക്ക് ചോദിച്ചാലും പൊട്ടൻഷ്യൽ ചോദിച്ചാലും ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ചോദിച്ചാലും ഇക്വേഷൻസ് യൂസ് ചെയ്യാം. ക്ലിയർ ആയില്ലേ? അപ്പോ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമ്മൾ എഴുതി ½ into kx². ഇനി അവിടെ നിന്ന് 2-3 ഡാറ്റകൾ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? ഒന്ന് പറയാണ്ട് ഒന്ന് ശ്രദ്ധിക്കാം. നോക്കൂ, പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു ½ into kx² നമ്മൾ എഴുതി. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ½ into kx² നമ്മൾ എഴുതി അല്ലെ. അപ്പോ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു മക്കളെ നോക്കൂ ½ into k into x². ഇതിന്റെ മുകളിലും താഴെ നമ്മൾ k കൊണ്ട് വാല്യൂ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ എന്തുണ്ടാവില്ല മക്കളെ? മാറ്റം ഉണ്ടാവില്ല. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു മക്കൾ എന്ത് വരും? ½ into k² x²/k വരും അല്ലെ. k² x²/k. അതിന് k² x² എന്ന് പറയുമ്പോൾ മക്കളെ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു ½ into kx² kx² x² എന്ന് പറയാം kx² ഈ kx എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ എല്ലാവർക്കും അറിയാം, കുറെ തവണ നമ്മൾ പഠിച്ചിട്ടുള്ള സ്പ്രിംഗിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഫോഴ്സ് ആണ്, റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു ½ into മക്കളെ kx ന് പറയാം റീസ്റ്റോറിംഗ് ഫോഴ്സ് f²/k എന്ന് പറയാം. അപ്പൊ പൊട്ടൻഷ്യൽ എനർജിക്ക് അടുത്ത ഇക്വേഷൻ വന്നിരിക്കുന്നത് മക്കളെ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു 4² അപ്പൊ ഒരു സ്പ്രിംഗിനെ നമ്മൾ വലിച്ചു നീട്ടാൻ ഉപയോഗിക്കുന്ന ഫോഴ്സ് തന്നിട്ട് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ
ആ ഫോഴ്സിന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 2k ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? പൊട്ടൻഷ്യൽ എനർജി കിട്ടും കേട്ടോ. ഇനി രണ്ട് സ്പ്രിംഗ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ മക്കളെ ഈക്വേഷൻ കിട്ടി, അതുപോലെ ഈക്വേഷൻ കിട്ടി. ക്ലിയർ ആയില്ലേ? ഇനി രണ്ട് സ്പ്രിംഗ് ഉണ്ടെന്ന് വിചാരിക്കാം. If two springs are there, if two springs of constant, ഏതൊക്കെയാണ് മക്കളെ കോൺസ്റ്റന്റുകൾ? നമുക്ക് പറയാം K1 and K2 are there. രണ്ട് സ്പ്രിംഗ് ഉണ്ട്, K1 ഉം K2 ആണ്. സ്ട്രക്ചർ വിത്ത് ഈക്വൽ ഫോഴ്സ്. അവര് നമ്മൾ വലിച്ചു നീട്ടുന്നത് ഏത് ഫോഴ്സ് വെച്ചിട്ടാണെന്ന് വിചാരിക്കുക? ഈക്വൽ ആയിട്ടുള്ള ഫോഴ്സ് വെച്ചിട്ടാണെന്ന് വിചാരിക്കുക. അപ്പൊ ഫോഴ്സ് ഈക്വൽ ആണ്. രണ്ട് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഏതൊക്കെയാ? K1 K2. സോ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് പൊട്ടൻഷ്യൽ എനർജി? ചോദിക്കും, അങ്ങനെ ചോദിക്കുന്നുണ്ട്. സോ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് പൊട്ടൻഷ്യൽ എനർജി? അപ്പൊ അവർക്കുള്ളവർക്ക് നോക്കാം. റേഷ്യോ ഓഫ് മക്കളെ പൊട്ടൻഷ്യൽ എനർജി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ഈക്വേഷനിലേക്ക് പോവാം. എന്താ പൊട്ടൻഷ്യൽ എനർജി ഈക്വേഷൻ? പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു F square divided by 2k. അതിന്റെ ഫോഴ്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഈക്വൽ ആണെങ്കിൽ അവന് റോളില്ല. അപ്പൊ F square റോളില്ല, 2 പിന്നെ പണ്ടേ റോളില്ല. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു k. അപ്പൊ ഈക്വൽ ഫോഴ്സ് വെച്ച് നമ്മൾ സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി k ക്ക് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ പൊട്ടൻഷ്യൽ എനർജി 1 ബൈ പൊട്ടൻഷ്യൽ എനർജി 2 എന്ന് പറയുന്ന മക്കളെ K2 ഡിവൈഡ് ബൈ എന്തായിരിക്കും? K1 ആയിരിക്കും. തലതിരിക്കും കേട്ടോ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി 1 ബൈ പൊട്ടൻഷ്യൽ എനർജി 2 എന്ന് പറയുമ്പോൾ മക്കൾ എന്തായിരിക്കും? K2 ബൈ K1 ആയിരിക്കും. അപ്പൊ ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യണം മക്കളെ? നോട്ട് ചെയ്ത് വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. K2 ബൈ K1 ആണ് പൊട്ടൻഷ്യൽ എനർജി റേഷ്യോ. സെയിം ഫോഴ്സ് വെച്ച് നമ്മൾ വലിച്ചു കിട്ടുമ്പോൾ. ഇനി പൊട്ടൻഷ്യൽ എനർജിക്ക് അടുത്ത ഇക്വേഷൻ F സ്ക്വയർ ഡിവൈഡ് ബൈ 2a, അല്ലെങ്കിൽ അടുത്ത ഇക്വേഷൻ ഹാഫ് kx സ്ക്വയർ. അങ്ങനെ പല ഇക്വേഷൻസ് ഉണ്ട്. ഇനി ഇത് നോട്ട് ചെയ്തില്ല മക്കളെ? യെസ്. ഇനി നമുക്ക് അടുത്തതായിട്ടൊരു കാര്യം വരുന്നത്